നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഗർഭാശയ മുഴകൾ സർജറി ഇല്ലാതെ എങ്ങനെ ചികിത്സിച്ചു മാറ്റാമെന്ന വിഷയമാണ് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്യുന്നത്. യൂട്ടറിൻ ഫൈബ്രോയിഡ് എംപ്ലൈസേഷൻ ട്രീറ്റ്മെന്റിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മേധാവിയും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ ടോം ജോർജ് ആണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഗർഭാശയ മുഴകൾ എങ്ങനെ സർജറി ഇല്ലാതെ ചികിത്സിച്ചു മാറ്റാം എന്ന വിഷയമാണ് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്യുന്നത്. യൂട്ടറിൻ ഫൈബ്രോയിഡ് എംപ്ലൈസേഷൻ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് ചർച്ച ഇന്ന് ഹലോ ഡോക്ടർ പുരോഗമിക്കുന്നത്. നമ്മളോട് സംസാരിക്കുന്നത് തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മേധാവിയും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ ടോം ജോർജ് ആണ്. ഗർഭാശയ മുഴകൾ വരാനുള്ള കാരണങ്ങളടക്കം ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഡോക്ടർ, ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ എന്താണ് ഇന്റർവെൻഷണൽ കാർഡിയോളജി? സോ ഇന്റർവെൻഷൻ റേഡിയോളജി എന്ന് പറഞ്ഞാൽ മോഡേൺ മെഡിസിൻ സ്പെഷ്യാലിറ്റി ആണ്. നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ തല മുതൽ കാൽപാദം വരെയുള്ള ശരീരത്തിലെ ഏത് അവയവത്തിൽ വേണമെങ്കിലും പിൻഹോൾ സുഷിരങ്ങളിലൂടെ ചെന്നെത്തുകയും അതായത് ശരീരത്തിൽ കട്ടിങ്ങോ മുറിവോ ഒന്നുമില്ലാതെ തന്നെ പിൻഹോൾ സുഷിരങ്ങളിലൂടെ ചെന്നെത്തി നമ്മൾ രോഗനിർണയം നടത്തുകയും രോഗം ചികിത്സിക്കുകയും ചെയ്യുന്നതിനാണ് ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്നത്. അത് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റുകളെ നമ്മൾ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് നമ്മൾ പറയും. ഉദാഹരണത്തിന് തലച്ചോറിലേക്കുള്ള രക്തോട്ടത്തിൽ നിന്നുള്ള സ്ട്രോക്ക് പോലെയുള്ള ചികിത്സകൾ, അതിൽ നമ്മൾ ഇന്റർവെൻഷണൽ റേഡിയോളജി ട്രീറ്റ്മെന്റിലൂടെ രക്തോട്ടം മാറ്റി നമുക്ക് സ്ട്രോക്കിന് ചികിത്സിക്കാനാവുന്നു. തൈറോയിഡ് മുഴകൾക്ക് നമ്മൾ സർജറി ഇല്ലാതെ അതിനെ കരിച്ചു കളഞ്ഞ് തൈറോയിഡ് അബ്ലേഷൻ ട്രീറ്റ്മെന്റിലൂടെ ചികിത്സിക്കാൻ പറ്റുന്നു. കരളിലെ ക്യാൻസറുകൾക്ക് നമുക്ക് സർജറി ഇല്ലാതെ നമുക്ക് അതിനെ ചികിത്സിക്കാൻ ഇന്ന് ഇന്റർവെൻഷണൽ റേഡിയോളജി ട്രീറ്റ്മെന്റിന് സാധ്യതകൾ ഏറെയുണ്ട്. ഇത്തരത്തിൽ പലതരം നൂതന പിൻഹോൾ ട്രീറ്റ്മെന്റുകൾ ഇന്ന് ഇന്റർവെൻഷൻ റേഡിയോളജിയിൽ ലഭ്യമാണ്. അത്തരത്തിലൊരു നവീനമായ പിൻഹോൾ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ്, അതായത് സർജറി ഇല്ലാത്ത ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ഡോക്ടർ, പൊതുവിൽ എല്ലാവരിലും ഇപ്പോൾ കൂടുതലായി കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഈ ഗർഭാശയ മുഴകൾ. ആ ഗർഭാശയ മുഴകൾ വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? മാത്രമല്ല, ഈ അമിതവണ്ണമുള്ളവർക്ക് ഈ ഒരു മുഴ വരാൻ സാധ്യത കൂടുതലാണോ? ഓക്കെ, ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗർഭാശയ മുഴകൾ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് ഫൈബ്രോയിഡ്. ഗർഭാശയ മുഴകൾ അതൊരു ക്യാൻസറസ് മുഴയാവാനുള്ള സാധ്യതകൾ വളരെ വളരെ വിരളമാണ്. ഇനി നമ്മൾ അതല്ലാതെ അത് വളരെ കോമൺ ആണ്. നമ്മൾ സാധാരണ ഒരു 4 സ്ത്രീകളിലെടുത്ത് അതിലൊരു സ്ത്രീക്ക് ഫൈബ്രോയിഡ് കാണും, അല്ലെങ്കിൽ ഗർഭാശയ മുഴകൾ, അല്ലെങ്കിൽ സ്കാൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഫൈബ്രോയിഡ്സ് എന്ന് കാണും. ഇനി ഗർഭാശയ മുഴകളുണ്ട്, ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞ് പലരും നമ്മുടെ അടുത്ത് വരാറുണ്ട്. സ്കാൻ ചെയ്തിട്ട് അതിനകത്ത് ഫൈബ്രോയിഡ് ഉണ്ട്. ഇനി അതിന് നമ്മൾ ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടോ എന്ന് ആണ് അടുത്ത ചോദ്യം. അപ്പോൾ ഫൈബ്രോയിഡിന് നമ്മൾ ഒരു സ്കാനിൽ ഒരു ഫൈബ്രോയിഡ് കണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അതിനൊരു ഉടനെ ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. നമ്മൾ ഫൈബ്രോയിഡ് കൊണ്ടുള്ള രോഗിക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്. പ്രധാനമായും രോഗലക്ഷണങ്ങൾ നമുക്കറിയാവുന്ന പോലെ തന്നെ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ ഗർഭാശയ മുഴകളുള്ള രോഗിക്ക് അത് ഗർഭാശയ മുഴകൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമ്മൾ പാരമ്പര്യമായിട്ടും അല്ലെങ്കിൽ ഹോർമോൺ വ്യത്യാസങ്ങൾ കൊണ്ടും ഇത്തരം ഗർഭാശയ മുഴകൾ അല്ലെങ്കിൽ ഫൈബ്രോയിഡ്സ് കാണാൻ സാധ്യതയുണ്ട്. ഇനി ഫൈബ്രോയിഡ് സാധാരണ രീതിയിൽ രോഗി അതുകൊണ്ട് ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത്ര ഗുരുതരമായിട്ടുള്ളതല്ല. ചില സമയത്ത് അതീവമായി ആർത്തവ സമയത്ത് അതീവ രക്തസ്രാവമായിട്ട് രോഗികൾ നമ്മുടെ അടുത്ത് വരാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ അതീവമായിട്ടുള്ള രക്തസ്രാവമോ അല്ലെങ്കിൽ ആർത്തവ സമയത്ത് അതീവമായുള്ള വയറിനുള്ള സിവിയർ പെയിൻ ആയിട്ട് വരാം. ഇനി ഫൈബ്രോയിഡ് കുറച്ചധികം വലുതാണെങ്കിൽ അത് നമ്മുടെ യൂറിനറി ബ്ലാഡർ, മൂത്രാശയത്തിനെ കംപ്രസ് ചെയ്തിട്ട് യൂറിൻ പാസ് ചെയ്യുന്നതിന് തടസ്സം, അല്ലെങ്കിൽ കൂടെ യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് വരാം. ഇത്തരത്തിൽ അതീവ രക്തസ്രാവം അല്ലെങ്കിൽ അസഹനീയമായിട്ടുള്ള വയറുവേദന അനുഭവപ്പെടുക ആർത്തവ സമയത്ത്, ഇത്തരം ഘട്ടങ്ങളിലാണ് നമ്മളിത് ഗർഭാശയ മുഴകൾ അല്ലെങ്കിൽ ഫൈബ്രോയിഡ്സിന് നമ്മൾ ചികിത്സ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സർജറി അല്ലാതെയുള്ള ഇന്റർവെൻഷണൽ റേഡിയോളജി ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് നമ്മൾ യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്ന് പറയും. യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പിൻഹോൾ ട്രീറ്റ്മെന്റ് ആണ്, അതായത് സർജറി ആവശ്യമില്ലാത്ത ഒരു ചികിത്സയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോക്കൽ അനസ്തീഷ്യയിൽ ചെയ്യാവുന്നതും തീർത്തും വേദനരഹിതവുമായ ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഇതിൽ നമ്മൾ ഒരു ആൻജിയോഗ്രാം, അതായത് നമ്മൾ പിൻഹോൾ ട്രീറ്റ്മെന്റ് ആണ്. കാലിലെയോ കൈയിലെയോ ചെറിയ സുഷിരങ്ങളിലൂടെ
നമ്മൾ കടന്നു ചെന്ന് നമ്മൾ വലിയൊരു മുറിവൊന്നും ഇല്ലാതെ നമ്മൾ അകത്ത് ചെന്ന് യൂട്രസിനകത്തുള്ള ഫൈബ്രോയിഡിലേക്കുള്ള രക്തോട്ടം നമ്മൾ നിർത്തുകയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ അഥവാ യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ എന്ന് പറയും. ഇനി നമുക്കത് എത്രത്തോളം ലളിതമാണെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഒരു പിൻഹോൾ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ചെറിയൊരു സൂചി വഴിയാണ് നമ്മൾ രക്തക്കുഴലിലേക്ക് കയറി നമ്മൾ ചെയ്യുന്നത്. ഇനി ഈ സൂചി വളരെ നേരിയതാണ്. ഇത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ സാധാരണ ഇത് ഒരു IV ക്യാൻല എന്ന് പറയും. നമ്മൾ ബ്ലഡ് എടുക്കാനായിട്ട് നമ്മൾ അല്ലെങ്കിൽ കയ്യിൽ ക്യാൻല പേഷ്യൻസിന് ഇടുന്ന ഒരു ക്യാൻലയാണ്. ഇതേ വലുപ്പമുള്ള ചെറിയ നീഡിലാണ് ഈ കാണുന്നത്. അപ്പൊ ഇത്രയും വളരെ നേരിയ നീഡിൽ വഴി നമ്മുടെ രക്തക്കുഴൽ വഴി കയറുന്നതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിൽ മുറിവോ പാടോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചികിത്സയ്ക്ക് ശേഷം നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ രോഗിയെ ഡിസ്ചാർജ് ചെയ്യാനും പറ്റുന്നുണ്ട്. റെസ്റ്റ് ഒരു രീതിയിലും റെസ്റ്റിന്റെ ആവശ്യമില്ല. നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് തൊട്ടടുത്ത ദിവസം തന്നെ രോഗിക്ക് അവരുടെ സാധാരണ റുട്ടീൻ ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. ഇതൊക്കെയാണ് ഇതിന്റെ വളരെയധികം ഗുണങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഡോക്ടർ, ഈ രോഗം വരുന്നതിന് മുൻപ് എന്തൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയാണെങ്കിൽ ഈ ഗർഭാശയ മുഴകളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? മാത്രമല്ല അതിന്റെ അപകട സാധ്യത എത്രത്തോളമാണ്? ഗർഭധാരണത്തിലേക്ക് വരുമ്പോൾ ഈ ഗർഭധാരണത്തെ ഇത് ബാധിക്കുമോ? അതെ, വളരെ നല്ല ചോദ്യമാണത്. അതായത് ഗർഭാശയ മുഴകൾ അല്ലെങ്കിൽ ഫൈബ്രോയിഡുകൾ സാധാരണ രീതിയിൽ വളരെ വലുതായിട്ടുള്ള വലുപ്പത്തിലുള്ള മുഴകളാണെങ്കിൽ അത് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഗർഭം ധരിക്കാൻ അല്ലെങ്കിൽ പ്രസവ സമയത്തും അതിന് പല കോംപ്ലിക്കേഷൻസിനും സാധ്യതയുണ്ട്. ഇനി ഫൈബ്രോയിഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കോമൺ ആയിട്ട് സ്കാനിൽ കാണുന്നതാണ് ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത്. അത് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ക്യാൻസറസ് ആവാൻ, മുഴ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ക്യാൻസർ ആണോ എന്നൊരു ഭയം ഉണ്ടാവും. അത് ക്യാൻസറസ് ആവാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് കണ്ടു എന്ന് പറഞ്ഞാൽ അതിന് ഉടനെ ചികിത്സയ്ക്ക് ആവശ്യമില്ല. നമ്മൾ രോഗിയുടെ ലക്ഷണങ്ങളെ, രോഗിയുടെ ബുദ്ധിമുട്ടിനെ ആണ് നമ്മൾ ചികിത്സിക്കേണ്ടത് ഗർഭാശയ മുഴകൾ കണ്ടുപിടിച്ചാൽ. അപ്പൊ അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വലിയ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ ഒന്നിലധികം ഫൈബ്രോയിഡുകൾ ഉണ്ടെങ്കിൽ നമ്മൾ രോഗിക്ക് ആർത്തവ സമയത്ത് അധികമായുള്ള രക്തസ്രാവമായിട്ട് രോഗി വരാം. അത് ഫൈബ്രോയിഡിന്റെ ഗർഭാശയത്തിൽ ഉള്ള ലൊക്കേഷൻ അനുസരിച്ച് പലതരം ടൈപ്പുകളുണ്ട്. പല ലൊക്കേഷൻ അനുസരിച്ച് അതിന് പലതരം ലക്ഷണങ്ങൾ വരാം. അപ്പൊ നമ്മൾ ആർത്തവ സമയത്ത് സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ് വരിക, അല്ലെങ്കിൽ മെൻസസിന്റെ അല്ലെങ്കിൽ ആർത്തവ സമയത്ത് സിവിയർ ആയിട്ടുള്ള ബാക്ക് പെയിൻ അല്ലെങ്കിൽ അടിവയറിന് അസഹനീയമായിട്ടുള്ള വേദനയായിട്ട് രോഗി വരാം. അല്ലെങ്കിൽ ഇത് വലിയ വലുപ്പമുള്ള മുഴകളാണെങ്കിൽ അത് അടുത്തുള്ള നമ്മുടെ മൂത്രാശയത്തിനെയും മലദ്വാരത്തിന്റെ അവിടെയും പ്രസ് ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ മലബന്ധം അല്ലെങ്കിൽ മൂത്രാശയം യൂറിൻ പാസ് ചെയ്യാൻ തടസ്സവുമായിട്ടും ഒക്കെ വരാറുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ മാത്രമേ നമ്മളതിന് ചികിത്സ നമ്മൾ ചെയ്യാറുള്ളൂ. സാധാരണ രീതിയിൽ നമുക്കറിയാവുന്ന പോലെ ഒരു സർജറിയാണ് ഇതിനു വേണ്ടി നമ്മൾ സാധാരണ പറയുന്നത്, യൂട്രൈൻ ഫൈബ്രോയിഡ്. ഇത് നമ്മൾ ടോട്ടലി സർജറി അല്ലാതെയുള്ള ട്രീറ്റ്മെന്റ് ആണ്. അതായത് യൂട്രസിനെ അല്ലെങ്കിൽ ഗർഭാശയത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ രോഗിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊട്ടടുത്ത ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി ഉടനെ ജോലികളും ചെയ്യാം. അതേപോലെ തന്നെ യൂട്രസിൽ നിലനിർത്തുന്നത് കൊണ്ട് അതുകൊണ്ട് ട്രീറ്റ്മെന്റിന് ശേഷവും അവർക്ക് സാധാരണ രീതിയിൽ മെൻസസും സാധാരണ കാര്യങ്ങളും ചെയ്യാം. അതായത് യൂട്രസ് എടുത്തുകൊണ്ടുള്ള പല ബുദ്ധിമുട്ടുകളും അവർക്ക് വരുന്നില്ല. യൂട്രസ് നേരത്തെ എടുക്കുന്നത് കൊണ്ട് തന്നെ പലതരം ഹാർട്ടിന് അസുഖം, വണ്ണം, ഹോർമോണൽ പല വ്യത്യാസങ്ങൾ, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും താരതമ്യേന നേരത്തെയുള്ള പ്രായത്തിൽ യൂട്രസ് എടുക്കുമ്പോൾ നമ്മൾ കാണാറുണ്ട്. ഇവിടെ നമ്മൾ യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ യൂട്രസിലേക്കുള്ള യൂട്രസിനെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. അതിലേക്കുള്ള അവിടെ സപ്ലൈ ചെയ്യുന്ന ഫൈബ്രോയിഡിലേക്കുള്ള രക്തോട്ടം നിർത്തുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എംബോളൈസേഷൻ എന്ന് പറയുന്നത്. എംബോളൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ ആവശ്യമില്ലാത്ത സ്ഥലത്തേക്കുള്ള രക്തോട്ടം നിർത്തുകയാണ് എംബോളൈസേഷൻ പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ചില സിറ്റുവേഷൻസിൽ ചില സന്ദർഭങ്ങളിൽ തന്നെ ഇങ്ങനെ ഡെലിവറിക്ക് ശേഷം അധികമായിട്ടുള്ള രക്തസ്രാവവുമായി ചില രോഗികൾ എമർജൻസിയിൽ വരാറുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ പണ്ട് കാലത്ത് യൂട്രസ് എടുത്ത് മാറ്റുക എന്നൊരു സർജറി ഉണ്ടായിരുന്നു, എന്നൊരു ഓപ്ഷനേ ഉണ്ടായിരുന്നു. ഇവിടെയാണ് ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റിന്റെ സഹായം നമ്മൾ കാണുന്നത്. ഇതേപോലെ തന്നെ യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ അഥവാ ഡെലിവറിക്ക് ശേഷം, അതായത് പോസ്റ്റ്പാർട്ടം ഹെമറേജ് എന്ന് പറയും, അധികമായ രക്തസ്രാവം വരുന്നതിന് പറയുന്നു. ഇത്തരം സിറ്റുവേഷനിൽ പോസ്റ്റ്പാർട്ടം ഹെമറേജിനെ നമ്മുടെ എംബോളൈസേഷൻ ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് ചികിത്സിച്ച് പൂർണ്ണമായും ഭേദമാക്കാം. യൂട്രസിനെ നിലനിർത്തിക്കൊണ്ട് ചെയ്യാനും പറ്റും. നമുക്ക് ഇത്തരത്തിലൊരു 28 വയസ്സുള്ള ഒരു സ്ത്രീ വന്നിരുന്നു. ഒരു തവണ വേറൊരു ആശുപത്രിയിൽ ഡെലിവറി കഴിഞ്ഞ്, ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് വന്നു. 28 വയസ്സേ ഉള്ളൂ. അതീവ രക്തസ്രാവത്തോടെയാണ് വന്നത്.
നമുക്ക് ആ രോഗിയുടെ ബ്ലീഡിംഗ് പോയിന്റ് സ്കാനിങ്ങിലൂടെ ബ്ലീഡിംഗ് പോയിന്റ് കണ്ടുപിടിച്ച് ഈ എംബോളൈസേഷൻ ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് പൂർണ്ണമായി ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യാനും പറ്റി, പൂർണ്ണമായി അതായത് എമർജൻസി രോഗിയുടെ ജീവൻ നിലനിർത്തുകയും യൂട്രസ് പ്രിസർവ് ചെയ്യും, ഭാവിയിൽ അവർക്ക് വീണ്ടും ഗർഭം ധരിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ അഥവാ ഫൈബ്രോയിഡിനെ ട്രീറ്റ് ചെയ്യുന്ന നമ്മൾ യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്ന ട്രീറ്റ്മെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ, ഇപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. വർക്കലയിൽ നിന്നും ആയിഷയാണ്. ആയിഷ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ. ഡോക്ടർക്ക് കേൾക്കാം, സംസാരിച്ചോളൂ. നമസ്കാരം. ഹലോ, എനിക്ക് 55 വയസ്സുണ്ട്. എനിക്ക് പിന്നെ ഒരു വർഷം മുമ്പ് പീരീഡ് തീർന്നിരുന്നെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഈ ഒരു അടുത്ത കാലത്ത് ചെറിയ രീതിയിൽ 2-3 ദിവസം കൂടി ബ്ലഡ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ 2-3 ദിവസം കൂടി ഒരു കൈ മുറിയുന്ന അത്രയാണ്. എന്താണെന്ന് എനിക്ക് അറിയില്ല. അത് എങ്ങനെയാണ്, അതിന്റെ ഗർഭാശയത്തിന്റെ പ്രശ്നമാണോ, പിന്നെ എനിക്ക് യൂറിനറി ഇൻഫെക്ഷനും ഉണ്ട് ആ കൂടെ തന്നെ. അപ്പൊ ഞാൻ മൂത്രം ഒഴിക്കുമ്പോൾ എനിക്ക് ബ്ലഡ് വെച്ചുകൊണ്ടിരിക്കും. ഓക്കെ ആയിഷ, നമ്മള് ആർത്തവം നിന്നിട്ട് എത്ര വർഷമായി? ഹലോ ഹലോ മെൻസസ് നിന്നിട്ട് എത്ര വർഷം? ആയിഷ കേൾക്കാമോ? ആയിഷ കേൾക്കാമോ? ആ പറഞ്ഞോളൂ. ഇപ്പൊ കേൾക്കാം, സംസാരിച്ചോളൂ. മെൻസസ് നിന്നിട്ട് എത്ര വർഷമായി? 55 വയസ്സ്. 55 വയസ്സായി. പീരീഡ് തീർന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഒരു 6-7 മാസം. ആയിഷ, അതായത് മെൻസസ് നിന്നിട്ട് എത്ര വർഷമായി എന്നുള്ളതാണ് ചോദ്യം. ഒരു വർഷം മുമ്പാണ് നിന്നത്. പിന്നെ ഒരു 6 മാസം മുമ്പ് വീണ്ടും ബ്ലീഡിങ് ഒരുപാടില്ല, ചെറിയ രീതിയിൽ ഇങ്ങനെ 1-2 ദിവസം 2-3 ദിവസമൊക്കെ ആകുമ്പോഴും 2-3 ദിവസം ആകുമ്പോഴും നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഗർഭാശയ മുഴകളിനെ കുറിച്ചാണ്. അപ്പം ഈ ഒരു 55 വയസ്സിൽ നമ്മൾ ഇങ്ങനെ ബ്ലീഡിങ് വരുമ്പോൾ നമുക്കത് വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ഉണ്ടോ, അത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുള്ള ബ്ലീഡിങ് ആണെന്നും അറിയില്ല. അപ്പോൾ ആയിഷ ചെയ്യേണ്ടത് നമ്മൾ നിങ്ങളുടെ അടുത്തുള്ള ഗൈനക്കോളജിസ്റ്റ് ഒന്ന് കാണിക്കണം. കണ്ട് നമ്മൾ അതിന്റെ വർക്കപ്പും എന്തുകൊണ്ടാണ് ബ്ലീഡിങ്, മൂത്രം ഈ യൂറിനറി ഇൻഫെക്ഷനെ സംബന്ധിച്ചിട്ടുള്ള ബ്ലീഡിങ് ആണോ അതോ അതല്ലാതെയുള്ള ബ്ലീഡിങ് ആണോ, എന്തുകൊണ്ടാണ് ഈ പ്രായത്തിലും കാണുന്നത്, നമ്മളത് ചെക്ക് ചെയ്യണം. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗർഭാശയ മുഴകൾ കൊണ്ടുള്ള ബ്ലീഡിങ്ങും അതും ആർത്തവ സമയത്ത് ഗുരുതരമായിട്ടുള്ള ബ്ലീഡിങ്ങിനുള്ള സർജറി അല്ലാത്ത ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ആയിഷ എന്തുകൊണ്ടും അത് അടുത്തൊരു ഗൈനക്കോളജിസ്റ്റിനെ അധികം വൈകാതെ ഒന്ന് കണ്ട് ഒരു ഒപ്പീനിയൻ എടുക്കുന്നത് നല്ലതായിരിക്കും. ശരി, പ്രേക്ഷകർക്ക് വ്യക്തമായത് കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ചികിത്സാ മാർഗങ്ങളെ പറ്റിയാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത്. ഈ സർജറി ഇല്ലാതെ നമുക്ക് മാറ്റാനാകുമോ ഈ ഒരു പ്രശ്നം? അതിനുള്ള നൂതന ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? നമ്മള് ഗർഭാശയ മുഴകൾ അല്ലെങ്കിൽ ഫൈബ്രോയിഡിന് നമ്മൾ പൊതുവെ നമുക്ക് ചില മെഡിക്കൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ നമുക്ക് പൊതുവെ അറിയാവുന്നത് ഒരു സർജറി കൊണ്ട് ഫൈബ്രോയിഡ് മാത്രം മാറ്റുന്ന മയോമെക്ടമി അല്ലെങ്കിൽ യൂട്രസ് മൊത്തത്തിൽ മാറ്റുന്ന ഹിസ്റ്ററക്ടമി പോലത്തെ സർജറികളാണ് നമുക്കറിയാവുന്നത്. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സർജറി അല്ലാതെയുള്ള പിൻ ഹോൾ ട്രീറ്റ്മെന്റ്, അതായത് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോഴും ഓൾറെഡി കുറച്ച് ഡിസ്കസ് ചെയ്തതും നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ടോട്ടലി നമ്മൾ മൊത്തത്തിൽ സർജറി ഒരു സർജിക്കൽ ട്രീറ്റ്മെന്റ് അല്ല. നമ്മൾ പിൻ ഹോൾ ട്രീറ്റ്മെന്റ്, നൂതന ട്രീറ്റ്മെന്റ് പറയുവാണെങ്കിലും ഇത് വളരെയധികം വർഷമായിട്ട് പ്രാബല്യത്തിലുള്ള ഒരു ചികിത്സയാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ. എന്നാൽ അത് സാധാരണ ആളുകൾക്ക് അതിനെക്കുറിച്ചുള്ള അവബോധം കുറവായതുകൊണ്ടും ആണ് ഇത് പലർക്കും അറിയാത്തത്. അപ്പം ഇത് വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒട്ടും തന്നെ കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത ഒരു ട്രീറ്റ്മെന്റ് ആണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ. യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ നമ്മൾ ബേസിക്കലി നമ്മൾ ഒരു കൈയിലെയോ കാലിലെയോ ഒരു രക്തക്കൊഴൽ വഴി നമ്മൾ പിൻഹോൾ സുഷിരങ്ങളിലൂടെ ചെന്നെത്തി, അതായത് നമ്മൾ ഒരു മുറിവ് കട്ട് ഒന്നും ചെയ്യാതെ ഒരു നീഡിൽ ത്രൂ നമ്മൾ ചെന്ന് നമ്മുടെ ഗർഭാശയത്തിലേക്കുള്ള രക്തക്കൊഴലുണ്ട്, യൂട്രൈൻ ആർട്ടറി, ആ രക്തക്കൊഴലിൽ ചെന്ന് നമ്മൾ കാത്ത് എന്ന് പറഞ്ഞ എക്സ്റേയിൽ നോക്കി നമുക്കത് കറക്റ്റായിട്ട് കൃത്യമായി ഏത് രക്തക്കൊഴലാണെന്ന് നോക്കി ഫൈബ്രോയിഡിലേക്കുള്ള ബ്ലഡ് സപ്ലൈ, രക്തോട്ടം നമ്മൾ കുറയ്ക്കുകയാണ് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുകയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. അതിനാണ് എംബോളൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ യൂട്രസിലെ ഫൈബ്രോയിഡിന്റെ രക്തോട്ടം ബ്ലോക്ക് ചെയ്യുക, അതാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്ന് പറയുന്നത്.
അപ്പൊ ഈ ട്രീറ്റ്മെന്റ് ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കിത് മേജർ ഒരു അനസ്തീഷ്യ, ജനറൽ അനസ്തീഷ്യ ഒന്നും ഇല്ലാതെ തന്നെ ചെയ്യാവുന്നതാണ്. ലോക്കൽ അനസ്തീഷ്യ ചെയ്യാം. അതായത് നമ്മൾ ചികിത്സിക്കുന്നതിന്റെ ഇടയിൽ തന്നെ രോഗിയോട് നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം അത് വലിയൊരു അനസ്തീഷ്യ ഇല്ല, ഒട്ടും പെയിൻ ഇല്ലാത്തൊരു ട്രീറ്റ്മെന്റ് ആണ്. നമ്മളിത് ചെയ്ത് കഴിഞ്ഞ് തൊട്ട് അടുത്ത ദിവസം തന്നെ നമുക്ക് രോഗീനെ ഡിസ്ചാർജ് ചെയ്യുന്നതാണ്. യൂട്രസിലേക്കുള്ള, അതായത് ഗർഭാശയത്തിലേക്കുള്ള രക്തക്കുഴലിനെ നമ്മൾ ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ ബ്ലഡ് സപ്ലൈ നമ്മൾ ബ്ലോക്ക് ചെയ്യാത്തതുകൊണ്ട് ഗർഭാശയത്തിന്റെ ഫംഗ്ഷൻ നോർമലായിട്ട് നടക്കാം. അതായത് നമുക്ക് യൂട്രസിനെ പ്രിസർവ് ചെയ്യാം. അത് ട്രീറ്റ്മെന്റിന് ശേഷവും രോഗിക്ക് നോർമൽ രീതിയിൽ മെൻസസും കാര്യങ്ങളും വരും. അതായത് നോർമൽ യൂട്രസിന്റെ ഫംഗ്ഷനൊക്കെ അത് കഴിഞ്ഞ് ക്യാരി ഓൺ ചെയ്യാം. ഇനി വേറൊരു പ്രധാന ഒരു വ്യത്യാസം, സർജറിക്ക് ശേഷം, യൂട്രസ് എടുത്തു കഴിഞ്ഞ സർജറിക്ക് ശേഷം പൊതുവേ നമ്മൾ റെസ്റ്റ് പറയാറുണ്ട്. ഇത്രയും മാസം റെസ്റ്റ് എടുക്കണം എന്ന് പറയാറുണ്ട്. ഇവിടെ നമ്മൾ യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളിസേഷൻ നമ്മൾ ചികിത്സയ്ക്ക് ശേഷം തൊട്ടടുത്ത ദിവസം ഡിസ്ചാർജ് ചെയ്ത് രോഗി ഉടനെ തന്നെ അടുത്ത ദിവസം തന്നെ ജോലിക്ക് കടക്കുകയാണ്, അല്ലെങ്കിൽ സാധാരണ അവരുടെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. നമുക്ക് കുറേ പേഷ്യൻസ്, പല പ്രൊഫഷൻസിലുള്ള പേഷ്യൻസ് വിദേശ രാജ്യങ്ങളിലും വരാറുണ്ട്. അത്തരം ആൾക്കാർ അവർ ചികിത്സയ്ക്ക് ശേഷം എത്രയും പെട്ടെന്ന്, ലീവ് വളരെ കുറവാണ്, എത്രയും പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത് നെക്സ്റ്റ് ഡേ തന്നെ രോഗിയെ ഡിസ്ചാർജ് ചെയ്ത് വിടാറുണ്ട്. പിന്നെ അവിടെ ചെന്നവർക്ക് ഉടനെ തന്നെ അവരുടെ ജോലികളിലേക്ക് കടക്കാം. ഇനി സാധാരണ രീതിയിൽ ഈ യൂട്രസിലെ ഫൈബ്രോയിഡിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെൻസസ് ടൈമിൽ, റീപ്രൊഡക്റ്റീവ് പീരീഡ്, അതായത് 20 മുതൽ 45-50 വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് നമ്മളിത് കൂടുതലും കാണുന്നത്, ഈ ഗർഭാശയ മുഴകളും അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ. അതിനകത്ത് തന്നെ പൊതുവെ നമ്മൾ 35 മുതൽ 45 വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് ഇതിന്റെ ബുദ്ധിമുട്ടുകളും അതിന്റെ സിംറ്റംസും, സിവിയർ സിംറ്റംസും ഒക്കെ ആയി വന്ന ട്രീറ്റ്മെന്റ് ആവശ്യം വരുന്നത്. അപ്പം ഇത്തരം രോഗികൾക്ക് പലർക്കും ഈ സർജറി ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് വളരെയധികം ഭയമാണ്. അവർക്ക് ഇനി സർജറി ചെയ്യണമല്ലോ, അതിനെക്കുറിച്ചുള്ള പേടിയും കാരണം കൊണ്ട് പലപ്പോഴും അവർ ചികിത്സയ്ക്കായി മുമ്പോട്ട് വരുന്നില്ല. അതായത് അതുകൊണ്ട് തന്നെ ഈ ഫൈബ്രോയിഡ് കൊണ്ട് നമുക്ക് രോഗിക്ക് ഒരിക്കലും മരണം സംഭവിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. അതുകൊണ്ട് രോഗിക്ക് മരണം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ രോഗി സിവിയർ ബ്ലീഡിംഗ് കൊണ്ട് തളർച്ച, ക്ഷീണം, ചില ഘട്ടങ്ങളിൽ ബ്ലഡ് വരെ ട്രാൻസ്ഫ്യൂസ് ചെയ്ത് നമ്മൾ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ രോഗി അല്ലെങ്കിൽ സ്ത്രീ അത് വളരെയധികം സഹിച്ച് ബുദ്ധിമുട്ടി അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ അത് വളരെയധികം എഫക്ട് ചെയ്യും. അപ്പൊ ഈ സർജറി ചെയ്യാനുള്ള ഒരു പേടി കാരണം അവർ മുമ്പോട്ട് വരുന്നില്ല. ഇത്തരം സിറ്റുവേഷൻസിൽ യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളിസേഷൻ പോലത്തെ വളരെ ലളിതമായ ട്രീറ്റ്മെന്റ് ഉണ്ട്. അവരൊരു 5, 10, 15 വർഷമായി സഹിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അരമണിക്കൂറോ 1 മണിക്കൂറോ ഈ സർജറി ഇല്ലാത്ത ഫൈബ്രോയിഡ് എംബോളിസേഷൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അവർ ഉടനെ തന്നെ അവരുടെ സാധാരണ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അവർ മനസ്സിലാക്കണം, ഇത്രയും നാൾ സഹിച്ചുകൊണ്ടിരുന്നത് ബുദ്ധിമുട്ടുകൾ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ കൊണ്ട് ഒരു ട്രീറ്റ്മെന്റ്, വളരെ ലളിതമായിട്ടുള്ള ട്രീറ്റ്മെന്റിലൂടെ അത് കഴിഞ്ഞ് അവർ ഒരു വേദനയും ഇല്ലാത്ത ട്രീറ്റ്മെന്റ് കഴിയുന്നു. തൊട്ടടുത്ത ദിവസം വീട്ടിലേക്ക് തന്നെ മടങ്ങുന്നു. പിന്നെ അവർ സാധാരണ ദൈനംദിന ജീവിതത്തിലേക്ക് പോവുകയാണ്, യൂട്രസ് പ്രിസർവ് ചെയ്തുകൊണ്ട് തന്നെ. ഇപ്പൊ സാധാരണ രീതിയിലേക്കുള്ള അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങുകയാണ്. ശരീരത്തിലെ വയറിൽ ഒരു മുറിവോ പാടോ ഇല്ല. അതുകൊണ്ട് തന്നെ റെസ്റ്റ് വേണ്ട. പിന്നെ അവർ ഹെർണിയയുടെ റിസ്കോ അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻസോ ഒന്നും തന്നെ ഇല്ല. വളരെ സേഫ് ആയിട്ട് ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളിസേഷൻ. ഡോക്ടർ, ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്നും ചിത്രയാണ്. ചിത്ര, ഡോക്ടറോട് ചോദിച്ചോളൂ. അതെ സർ, സംസാരിച്ചോളൂ. ചെറിയ ചിത്ര കേൾക്കാമോ? സർ, പിന്നെ ചെറിയ ഫൈബ്രോയിഡ് ആയിരുന്നേ. അപ്പോ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു കോപ്പർ ഇട്ടാൽ മതി, അപ്പോ കുറച്ച് കുറവുണ്ടാവും എന്ന് പറഞ്ഞു. ബ്ലീഡിങ് ആയിരുന്നു. അപ്പൊ 4 വർഷമായി ഇപ്പൊ ഈ കോപ്പർട്ടി ഇട്ടിട്ട്. ഇനിയിപ്പോ അത് എടുത്തിട്ടാണെങ്കിൽ ഇനി ബ്ലീഡിങ് ഉണ്ടാവുമോന്ന് അറിയാനാ. ഓക്കെ, ഫൈബ്രോയിഡ് എന്താണ് ശരിക്കും നിങ്ങൾ സ്കാനില് ഫൈബ്രോയിഡ് എത്ര ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു? ഫൈബ്രോയിഡിന്റെ വലിപ്പം അങ്ങനെ എന്തെങ്കിലും അറിയാമോ? ഫൈബ്രോയിഡ് അത് സാധാരണ രീതിയിൽ ഈ ഫൈബ്രോയിഡിന് ഉള്ളതല്ലാതെ വേറെ എന്തെങ്കിലും കാരണം ബ്ലീഡിങ് കൊണ്ടും ആയിരിക്കാം ഡോക്ടർ അങ്ങനെ സജസ്റ്റ് ചെയ്തത്. സാധാരണ രീതിയിൽ ബ്ലീഡിങ് കുറയാൻ വേണ്ടിട്ട്. അപ്പൊ മനസ്സിലായി. അപ്പൊ നമ്മുടെ ചിത്രം മനസ്സിലാക്കേണ്ടത് ഫൈബ്രോയിഡ് കൊണ്ടുള്ള ബ്ലീഡിംഗ് ആണോ അല്ലയോ എന്ന്
നമുക്ക് അറിയണം. അതല്ലാത്ത കാരണങ്ങളിലും ഇത്തരത്തിൽ ബ്ലീഡിങ് വരാം. മനസ്സിലായോ? അപ്പൊ ഫൈബ്രോയിഡ് കൊണ്ടുള്ള ബ്ലീഡിംഗ് ആണെങ്കിൽ സാധാരണ രീതിയിൽ അതൊരു ഇത്തിരി വലിയ ഫൈബ്രോയിഡോ ഒന്നിലധികം ഫൈബ്രോയിഡുകളോ വരാം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് ഒരു ഡെഫിനറ്റീവ്, അതായത് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറണമെങ്കിൽ നമുക്ക് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷനോ സർജറി ട്രീറ്റ്മെന്റോ വേണ്ടി വന്നേക്കാം. പക്ഷെ അത് ഫൈബ്രോയിഡ് കൊണ്ട് തന്നെയുള്ള ബ്ലീഡിംഗ് ആണോ അല്ലയോ നമ്മൾ ഉറപ്പുവരുത്തണം. അത്രയേ ഉള്ളൂ. ശരി ഡോക്ടർ, പ്രേക്ഷകർക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. ഹലോ ഡോക്ടറിന്റെ സമയം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഗർഭാശയ മുഴകൾ സർജറി ഇല്ലാതെ എങ്ങനെ ചികിത്സിച്ച് മാറ്റാം എന്ന വിഷയമാണ് ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്തത്. യൂട്ടറിൻ ഫൈബ്രോയിഡ് എംപ്ലൈസേഷൻ ട്രീറ്റ്മെന്റ്. കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും സർജറി ഇല്ലാത്ത ഒരു ലളിതമായിട്ടൊരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതൊരു ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് തന്നെ ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് തന്നെ ഇത് ട്രീറ്റ്മെന്റ് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് നെക്സ്റ്റ് ടൈം നിങ്ങളുടെ ഫൈബ്രോയിഡിന്റെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനോട് ഡെഫിനറ്റ്ലി നിങ്ങൾ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ, യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ട്രീറ്റ്മെന്റ് ഇവിടെ ഉണ്ടോ, ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കണം. അത് കഴിഞ്ഞ് ഹലോ ഡോക്ടറിന്റെ സമയം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. നമസ്കാരം.